ാണ് ആലപ്പുഴയിൽ കടൽ മണൽ ഖനനത്തിനെതിരായ പ്രതിഷേധത്തിനിടെ കോൺഗ്രസ് നേതാക്കൾ കടലിൽ വീണു. ഇന്നലെ കെ.സി. വേണുഗോപാൽ എം.പി പങ്കെടുത്ത പരിപാടിക്കിടെയാണ് സംഭവം. ആലപ്പുഴ DCC പ്രസിഡന്റ് ബി ബാബു പ്രസാദ്, എം ലിജു എന്നിവരാണ് കടലിൽ വീണത്. ദൃശ്യങ്ങളാണ് കാണുന്നത്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ഇവർ വള്ളത്തിൽ കയറാൻ ശ്രമിക്കുമ്പോൾ തെന്നി വീഴുന്ന ദൃശ്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ പറയൂ. ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെയായിരുന്നു. ആർക്കും പരിക്കുകളില്ല. പക്ഷേ ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോഴാണ്. അതായത് കരയിൽ നിന്നും ബോട്ട് മാർഗം ആഴക്കടലിലേക്ക് എത്തി അവിടെ നിന്നും മറ്റൊരു ബോട്ടിലേക്ക് കയറുന്ന സമയത്താണ് വള്ളത്തിൽ നിന്ന് തെന്നി വീഴുകയായിരുന്നു. പക്ഷേ സുരക്ഷാ ജാക്കറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ വലിയ അപകടം ഉണ്ടായില്ല. തൊട്ടടുത്ത് തന്നെ ആളുകൾ, ഈ മത്സ്യബന്ധന മേഖലയിലെ പരിചയസമ്പന്നരായ ആളുകളൊക്കെ തന്നെ അടുത്തുള്ളത് കൊണ്ട് തന്നെ അല്പനിമിഷങ്ങൾക്കകം തന്നെ രണ്ടുപേര്, അതായത് ആലപ്പുഴ DCC പ്രസിഡന്റ് ബാബു പ്രസാദിനെയും എം ലിജുവിനെയും അപ്പോൾ തന്നെ ഈ വെള്ളത്തിൽ നിന്നും കടലിൽ നിന്നും വള്ളത്തിലേക്ക് കയറ്റാൻ സാധിച്ചു. കെ.സി. വേണുഗോപാൽ അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. നൂറുകണക്കിന് ആളുകളായിരുന്നു ഇന്നലെ തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറിൽ നിന്നും കടൽ മണൽ ഖനനത്തിനെതിരായ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ആഴക്കടലിൽ സമരസംഗമം നടത്തിയത്. അങ്ങനെ സമരസംഗമത്തിന് പോകുന്ന വഴിക്ക് മധ്യയാണ് ഇങ്ങനെ ഈ വള്ളത്തിൽ നിന്ന് കടലിലേക്ക് വീണ അപകടമുണ്ടായത്. ആർക്കും ഉണ്ടായ സംഭവമാണ്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്മിത, കടൽ മണൽ ഖനനത്തിനെതിരായ പ്രതിഷേധം, മനീഷ്, ഇത് വലിയ എന്താ പറയുക, ഒന്നും പറ്റിയില്ല എന്നുള്ളത് വലിയ കാര്യം. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ, അത് കൂടുതൽ പേർ അതിൽ ഉൾപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഈ കരയിൽ നിന്ന് പ്രതിഷേധിച്ചാൽ പോരെ എന്നുള്ളൊരു ചോദ്യമോടെ ഉയരുന്നുണ്ടല്ലേ. കാരണം ഇതിപ്പോൾ ആർക്കും ഒന്നും പറ്റിയില്ല എന്നതുകൊണ്ട് അത് നമ്മൾ ഇന്നലെ ഉണ്ടായതാണ്, ഇന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞേനെ. അതെ സ്മിത, അതായത് വലിയ സുരക്ഷ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇത് നൂറുകണക്കിന് ആളുകളാണ്, മാധ്യമ പ്രവർത്തകർക്കടക്കം ഈ ജാക്കറ്റുകൾ നൽകിക്കൊണ്ടായിരുന്നു ഇന്നലെ ആഴക്കടലിലേക്ക് തന്നെ സമരസംഗമം നടത്താൻ തീരുമാനിച്ചത്. കെ.സി. വേണുഗോപാൽ MP സൗകര്യാർത്ഥമായിരുന്നു ഇന്നലെ, അതായത് വേറൊരു ദിവസം ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചു. പക്ഷേ കെ.സി. വേണുഗോപാൽ MP സൗകര്യം കൂടി അറിഞ്ഞിട്ടാണ് ഇന്നലെ രാവിലെ 6:30 ഇങ്ങനെ ആഴക്കടലിലേക്ക് പോയി അവിടെ തന്നെ സമരസംഗമം നടത്താമെന്നുള്ളൊരു ആലോചന ഉണ്ടായത്. അതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി കോൺഗ്രസുമായി ഇടപെട്ടൊക്കെ തന്നെ അതിന്റെ ആ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുമൊക്കെ തന്നെ ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു സമര സംഗമ പരിപാടി സംഘടിപ്പിച്ചത്. ഏകദേശം 2 മണിക്കൂറോളം സമയമാണ് കടലിൽ ചെലവഴിച്ചത്. അങ്ങനെ ഇതിന്റെ ഉദ്ഘാടന പരിപാടികളൊക്കെ തന്നെ നടന്നത് കടലിൽ വെച്ചാണ്. പക്ഷെ എന്തെങ്കിലും ഒരു വലിയ അപകടം, പെട്ടെന്ന് കാലാവസ്ഥ വ്യതിയാനമോ അല്ലെങ്കിൽ തിരമാല കൂടുതലായി വരികയോ മഴയോ കാറ്റോ ഒക്കെ ഉണ്ടായാൽ ഈ ലൈഫ് ജാക്കറ്റ് മാത്രം പോരാ രക്ഷപ്പെടാൻ, വലിയ അപകടങ്ങൾ ഉണ്ടാകും. ഇപ്പൊ തന്നെ ഈ കോസ്റ്റൽ പോലീസിന്റെ സാന്നിധ്യത്തോടു കൂടിയാണോ ഈ സമര സംഗമം നടത്തിയത്, അല്ലെങ്കിൽ അവരുടെ അനുമതിയോടുകൂടിയാണോ ഇങ്ങനെ ഈ കടലിലൊക്കെ തന്നെ സമരം നടത്താനുള്ള നിയമ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ ഈ കടലിലേക്ക് പോകുന്ന വഴി അവർ വള്ളത്തിൽ നിന്നും മറ്റൊരു വള്ളത്തിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ കടലിലേക്ക് വീണത്. ഒരുപക്ഷെ വലിയ അപകടമാണ് ഒഴിവായത്. ഒരുപക്ഷെ ജാക്കറ്റ് ഉണ്ടായെങ്കിൽ കൂടി അത് ഇളകി മാറിയെങ്കിലോ അല്ലെങ്കിൽ ജാക്കറ്റ് ധരിച്ചിരുന്നില്ലായിരുന്നെങ്കിലോ വലിയ ആഴമുള്ള കടലാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ഇവരെ രക്ഷിക്കാൻ സാധിക്കാൻ പറ്റാത്ത തരത്തിലേക്കും വലിയ സങ്കീർണമായ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയായിരുന്നു. എന്താണെങ്കിലും അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. പ്രധാനപ്പെട്ട 2 നേതാക്കളെ അവിടെ വെച്ച് രക്ഷിച്ചിട്ടുണ്ട്. സംഭവം ഉണ്ടായത് ഇന്നലെയാണെങ്കിലും ഇതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ, ഇത്തരത്തിൽ വലിയ അപകടമുള്ള ദൃശ്യങ്ങളാണെന്നുള്ള കാര്യം ഇന്നാണ് അത് വ്യക്തമാകുന്നത്. ഈ മാധ്യമ പ്രവർത്തകർ അടക്കം അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ആരുടെയും ക്യാമറകളിലൊന്നും ഇവർ വെള്ളത്തിൽ വീണ ദൃശ്യങ്ങൾ പതിഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ ഇത് മൊബൈൽ ഫോണിൽ എടുത്ത ഒരാളുടെ കൈവശം നിന്നാണ് ഇത്തരം ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. മനീഷ്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അപകടം പിടിച്ച പരിപാടിയാണ് ഇവർ ചെയ്തത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ, ഒരുപാട് പ്രവർത്തകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, നേതാക്കൾ ഉൾപ്പെടെ. ഇവർക്ക് ആർക്കും തന്നെ ഇങ്ങനെ കടലിൽ പോയി ഒരു പരിചയമുള്ളവരല്ല. നമ്മൾ കാണാറുണ്ട് ഈ മീൻപിടുത്തക്കാർ പോകുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് എത്രയോ വർഷങ്ങളായുള്ള പരിശീലനമാണ്, പരിചയമാണ്, അവരുടെ ഒരു നിത്യ തൊഴിലാണ്. ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായ ഈ സുരക്ഷാ മാർഗങ്ങൾ അത് പാലിക്കണം. ഇത്ര വലിയൊരു പ്രതിഷേധത്തിന് ഒരുങ്ങുമ്പോൾ കടലിൽ പോയി പ്രതിഷേധിക്കാമെന്നുള്ളൊരു തീരുമാനം, അത് എന്തോ അതിലൊരു ലോജിക്ക് പിടികിട്ടുന്നില്ല. എന്തായാലും ആർക്കും ഒന്നും പരിക്കില്ല എന്നുള്ളത് വലിയ ആശ്വാസമാകുന്നു. ഇത് ഇന്നലെ നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ വലിയൊരു വിഭാഗം ഈ പ്രതിഷേധത്തിന് അവരുടെ ഒപ്പം തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനൊക്കെ ആയി പോയിരുന്നു. അതിലൊന്നും തന്നെ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ മനീഷ് മഹിപാൽ തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.